3 കോടി രൂപ നൽകിയാൽ സംസ്ഥാന മന്ത്രിസഭാ പുനഃസംഘടനയിൽ മന്ത്രിയാക്കാമെന്ന് എലത്തൂർ എംഎൽഎ വിദ്യാ ബാലകൃഷ്ണന് വാഗ്ദാനം ചെയ്ത പ്രതികളെ കോഴിക്കോട്ടെത്തിച്ചു. കോഴിക്കോട് സൈബർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ഡൽഹിയിൽ നിന്നാണ് പ്രതികളെ പിടികൂടിയത്. തട്ടിപ്പ് സംഘം എംപിമാരായ ഷാഫി പറമ്പിലിനെയും ഡീൻ കുര്യാക്കോസിനെയും ബന്ധപ്പെട്ടതായാണ് പോലീസിന്റെ കണ്ടെത്തൽ. കോഴിക്കോട്ടെത്തിച്ച പ്രതികളെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി കസ്റ്റഡിയിൽ വാങ്ങും. നന്ദഗോപാൽ വിവരങ്ങൾ നൽകും. നന്ദഗോപാൽ, എന്നിപ്പോൾ പ്രതികളെ വിശദമായി ചോദ്യം ചെയ്താൽ മാത്രമാണ് തട്ടിപ്പിന്റെ വ്യാപ്തി, ആരെങ്കിലും മുൻപ് തട്ടിപ്പിന് ഇരയാക്കിയിട്ടുണ്ടോ, കൂടുതൽ പേർ തട്ടിപ്പിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വ്യക്തമാകാൻ സാധിക്കും. നിതിൻ കുമാർ, ഗൗരവ് എന്നീ ഡൽഹി സ്വദേശികളെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവർ ഈ ഡൽഹിയിൽ UP അതിർത്തിയിൽ വെച്ചാണ് പ്രതികളെ പിടികൂടുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ വിദ്യാ ബാലകൃഷ്ണന്റെ ഉൾപ്പെടെ പരാതിയിൽ സൈബർ സെല്ലിന്റെ പ്രത്യേക അന്വേഷണ സംഘം ഡൽഹിയിലേക്ക് പോയിരുന്നു. ആദ്യം സിം ഉടമയാണ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഈ സിം ഉടമ പറഞ്ഞത് തന്റെ ഫോൺ നഷ്ടമായി എന്നുള്ള കാര്യമായിരുന്നു. അതിനുശേഷം നടത്തിയ അന്വേഷണത്തിലാണ് ഇരുവരെയും പിടികൂടുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവർ ഇത്തരത്തിൽ തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇനി കണ്ടെത്തേണ്ടത്. പ്രത്യേകിച്ചും ഷാഫി പറമ്പിൽ, ഡീൻ കുര്യാക്കോസ് എംപിമാരെ ഉൾപ്പെടെ വലിയ സ്ഥാനങ്ങൾ വാഗ്ദാനം ചെയ്തുകൊണ്ട് ഇവർ വിളിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സമാനമായ രീതിയിൽ മറ്റു സ്ഥലങ്ങളിലും തട്ടിപ്പ് നടത്താൻ ശ്രമിച്ചിട്ടുണ്ടോ, തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പരിശോധിക്കേണ്ടത്. ഇതിന്റെ വ്യാപ്തി ഉൾപ്പെടെ കണ്ടെത്തേണ്ടതുണ്ട്. ഇതിനുവേണ്ടി ഇന്നിപ്പോൾ കസ്റ്റഡിയിൽ വാങ്ങുമെന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം കൂടുതൽ ചോദ്യം ചെയ്യലിനായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ നൽകുക. ഏതായാലും അല്പസമയത്തിനകം തന്നെ ജില്ലാ പോലീസ് കമ്മീഷണർ ഉൾപ്പെടെയുള്ളവർ മാധ്യമങ്ങളെ കാര്യം കണ്ട് വിശദീകരിക്കുമെന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്.